വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്നൊരു റംസാൻ വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം രാവിലെ തന്നെ എണീച്ച് ചായയും കുടിച്ച് ഇടയത്താഴം കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു, ഉറങ്ങിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു 6 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് നേരം വെളുത്ത് വരുത്തതുള്ളായിരുന്നു. പിന്നെ ഞാൻ ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോയി വീടിൻ്റെ മണ്ടലോട്ട് ചെന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം പഠിക്കുകയൊക്കെ ചെയ്ത് എക്സാമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പഠിച്ച് ഞാൻ പിന്നെ അവിടെ കയറി നടന്നിട്ട് താഴോട്ട് വയ്ക്കുന്നു കേട്ടോ. താഴോട്ട് വന്ന് സിറ്റ് ഔട്ടിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ നിന്നപ്പോൾ ഉറക്കമൊക്കെ വന്നായിരുന്നു, മഞ്ഞും തണുപ്പൊക്കെ കൊണ്ടിട്ട് ഉറക്കം വന്നായിരുന്നു. ഉറങ്ങാമെന്ന് പറഞ്ഞാൽ താഴോട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ഉറക്കമൊന്നും അങ്ങനെ വന്നില്ല. അതിനുശേഷം ഞാൻ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൂടെ എനിക്ക് SS പഠിച്ച് മടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാത്സ് എടുത്ത് മാത്സ് ഇരുന്ന് ലൈബ്രറിയിലെ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതിരുന്ന് ചെയ്ത് പിന്നെ കാണിക്കുന്നത് വൈകിട്ടാണ് കേട്ടോ. വൈകിട്ട് ഞാനും ഉമ്മയും കൂടെ പള്ളിയിൽ പോയിട്ട് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു 5:30 ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കഞ്ഞി, പക്ഷേ കഞ്ഞി അതിനകത്ത് പകുതിയും വെള്ളമാണ്. അങ്ങനെ കഞ്ഞിയൊക്കെ വാങ്ങിച്ച് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരാളിരുന്ന് മാങ്ങ അരിയുമായിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ ഗ്ലാസ്സിലോട്ടാക്കി. അപ്പോൾ ദിലുവിന് എവിടുന്നോ മാങ്ങ എങ്ങാണ്ട് കിട്ടിയായിരുന്നു. അവൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ റെസിപ്പിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി റെഡിയാകട്ടെ. അപ്പോഴത്തേക്ക് കണ്ണിമാങ്ങ ഞാൻ ചെറുതായിട്ട് കരയാൻ പോയി. ലാസ്റ്റ് കരയാൻ പോയ നമ്മൾ ഇനി ഓയിൽ വയ്ക്കാം. നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴിയുമ്പോഴേക്ക് വിരട്ടിയെടുക്കാമേ. അങ്ങനെ ഇതിലും അവിടെ മാങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ അവിടെ കസാര ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മി ഇവിടെ അടുപ്പിൽ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഇരുന്ന് അവിടെ നോക്കുമായിരുന്നു. ഇതിലെന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തൊന്ന് നോക്കിയപ്പം മിറാജ് അവിടെ തലയിൽ തുണിയിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോമഡി ഒരാള് സഞ്ജയ് ജയശങ്കറും മറ്റൊരാള് അലിമിറാജ്. ഇവളുടെ പേരാണ് ഡാഗിനി അമ്മൂമ്മ. എന്റെ ഒരാളില്ലു. ഞാൻ ഒരാളെ കാണിച്ചതാ. ഇതാണ് മിറാജ്. ഇതാണ് മിറാജ്. അങ്ങനെ ഉമ്മയുടെ ചിക്കൻ കറി ഇങ്ങനെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങി കൊടുക്കാൻ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്യൂസൊക്കെ അടിച്ചിരുന്നു കേട്ടോ. മാംഗോ ജ്യൂസായിരുന്നു. അത് ഗ്ലാസ്സിലോട്ടൊക്കെ ആക്കി. പിന്നെ ഈത്തപ്പഴവും ഫ്രൂട്ട്സ്, ഗ്രേപ്സും ഓറഞ്ചും ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് വെച്ച് പിന്നെ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, അതും ജ്യൂസൊക്കെ വെച്ച് കേട്ടോ. അങ്ങനെ വാങ്ങി കുളിക്കാൻ സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളവും ഈത്തപ്പഴമൊക്കെ കഴിച്ച് നോമ്പ് കുറച്ച്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചില്ലായിരുന്നു ആദ്യം. പിന്നെ ചിക്കൻ റോളും കഴിച്ച് ജ്യൂസും കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരുന്നു പള്ളിയിൽ നിന്നുണ്ടെന്ന് കഞ്ഞി കഴിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചായിരുന്നു. അതിലും നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അത് ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ദോശയും ചിക്കൻ കറിയും കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ.